ലോകം ഇന്ന് അതിവേഗം അതിദ്രുതം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. സാങ്കേതികതയുടെ തികവിൽ ലോകം കൈവിരൽ തുമ്പിലേക്ക് ഒതുങ്ങുന്നു. ടോക്കോണിൽ ഭാഷയിലെ AI അഥവാ നിർമ്മിത ബുദ്ധി എന്ന വിഷയത്തിൽ സംസാരിക്കാൻ നമ്മോടൊപ്പം ചേരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മലയാള വിഭാഗം പ്രൊഫസർ ഡോക്ടർ സോമനാഥൻ P. നമസ്കാരം സർ. നമസ്കാരം സർ, മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങളും പരീക്ഷണങ്ങളൊക്കെയും അവന്റെ ആവശ്യകതയുടെ പൂർത്തീകരണം, ജീവിത പരിസരങ്ങളുടെ മെച്ചപ്പെടൽ, അധ്വാനങ്ങളുടെ ആയാസങ്ങളുടെ ലഘൂകരണം എന്നിവയെ ചുറ്റിപ്പറ്റിയായിരുന്നു. ഈ ലഘൂകരണ പ്രക്രിയയുടെ ഏറ്റവും ഒടുവിലെ ചുവടുവെപ്പ് AI അഥവാ നിർമ്മിതി ബുദ്ധിയിലേക്കായിരുന്നു. അതിസാങ്കേതികതയുടെ ഈ തലം മനുഷ്യനെന്ന ചിന്തയെ പോലും അപ്രസക്തമാക്കുന്ന കാഴ്ചയിലേക്കാണോ നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്? AI മനുഷ്യനെ ഭരിക്കുമോ, മനുഷ്യൻ AIയെ ഭരിക്കുമോ എന്നുള്ളത് ഈ കാലത്ത് വളരെ പ്രസക്തമായ ഒരു ചോദ്യവും ഒരു പ്രശ്നവുമായിട്ടാണ് നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നത് മേതിൽ രാധാകൃഷ്ണൻ്റെ ഒരു പുസ്തകമുണ്ട്, ദൈവം മനുഷ്യൻ യന്ത്രം എന്ന് പറഞ്ഞിട്ട്. ഈ ഹയറാർക്കി, ടൈറ്റിൽ തന്നെയുള്ള ഹയറാർക്കി, അതൊരു പ്രോബ്ലമായിട്ട് ഒരു 20 വർഷം മുമ്പ് ഞാൻ ആ പുസ്തകം എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല പറഞ്ഞിട്ടുണ്ട്. അന്ന് പക്ഷേ നമുക്ക് ഈ റോബോട്ട് എന്ന് പറയുന്നത് കേരളത്തിൽ അത്ര പ്രചാരത്തിലുണ്ടായിരുന്നില്ല. ഇന്ന് നമ്മൾ പല മേഖലകളിലും AIയെ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നമ്മളതിന് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത്, AI എന്ന് പറയുന്നത് സാധ്യമാകുന്നത് സത്യത്തിൽ ഭാഷയുടെ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഈ യന്ത്രത്തിന് ഭാഷ കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ്. ഭാഷ കുറേ പുറകോട്ട് നമ്മൾ ഭാഷ ഉണ്ടാകുന്നതിൻ്റെയൊക്കെ ഒരു കാലത്തിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഭാഷ ആർത്തിൽ വലിയൊരു ടെക്നോളജി എന്നൊക്കെ നമുക്കിന്ന് പറയാവുന്ന രീതിയിൽ ഡെവലപ്പ് ചെയ്തൊരു സാധനമാണ്. അതിൻ്റെ ഒരു സ്വഭാവം മനസ്സിലാണെങ്കിൽ ഇപ്പോൾ പീഡിയാട്രിഷ്യൻസിൻ്റെ പോയാൽ നമുക്ക് കാണാം, അവിടെ ഒരു ടേബിളിൽ മനുഷ്യ ശിശുവിൻ്റെ വളർച്ചയുടെ ഇതിനകത്ത് അവരുടെ ലെങ്ത്ത്, വെയ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും. അതൊക്കെ ഫിസിക്കൽ ഗ്രോത്തിൻ്റെ ഒരു ഇൻഡിക്കേറ്റേഴ്സാണ്. അതേസമയത്ത് അവിടെ മനുഷ്യ ശിശുവിൻ്റെ മെൻ്റൽ ഗ്രോത്തിൻ്റെ അല്ലെങ്കിൽ ചിന്താപരമോ ഒക്കെയുള്ള വികാസത്തിൻ്റെ ഒരു ഇൻഡിക്കേറ്ററായിട്ട് ഉപയോഗിക്കുന്നത് ഭാഷയാണ്. വാക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ, ഏതൊക്കെ തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്, വാക്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ, പൈവട്ട് വേർഡ്സ് ആണോ, കംപ്ലീറ്റ് സെൻറ്റൻസ് ആണോ, ആ ഗ്രോത്തിൻ്റെ ഒരു സ്റ്റേജ് അത് വെച്ചിട്ടാണ് അവർ മാനസിക വളർച്ചയെ അളക്കുന്നത്. എന്ന് വെച്ചാൽ ഫിസിക്കലായ വെയ്റ്റ്, ഹൈറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ലോകത്തെല്ലാ ജീവജാലങ്ങളുടെയും വളർച്ചയുടെ ഇൻഡിക്കേറ്റേഴ്സാണ്. അവർക്കൊന്നും ഭാഷയുടെ വളർച്ചയുടെ ഇൻഡിക്കേറ്റേഴ്സ് ഇല്ല. അപ്പോൾ ഒരു കുയിൽ ഗംഭീരമായി പാടുന്നത് വളർച്ചയുടെ ഒരു ഘട്ടത്തിലായിരിക്കാം, പക്ഷേ അത് മാനസിക വികാസത്തിൻ്റെ ഒരു ഇൻഡിക്കേറ്ററായിട്ട് എടുക്കുന്നില്ല. ഭാഷയെ നമ്മൾ അങ്ങനെ എടുക്കുന്നുണ്ട്. അങ്ങനെ എടുക്കാനുള്ളൊരു കാരണം, ഭാഷ ലോകത്തിൻ്റെ ഡയറക്റ്റായ എക്സ്പീരിയൻസിനെയാണ് പറയുന്നതെന്ന് പറയാമെങ്കിലും സത്യത്തിൽ ലോകത്തെ എക്സ്പീരിയൻസിൻ ചെയ്തിരിക്കുന്ന വേറൊരു കോർപ്പസ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഒരു മെൻ്റൽ കോർപ്പസാണ്. അത് വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. അത് മനുഷ്യന് മാത്രം വഴങ്ങിയിരുന്ന ഒന്നാണ്. മറ്റ് ജീവജാലങ്ങൾക്കോ യന്ത്രത്തിനോ വഴങ്ങിയിരുന്നില്ല. അതിനുള്ളൊരു പ്രത്യേകത ഇപ്പം ഈ ഹോമോസാപ്പിയൻസ് എന്നുള്ള പുസ്തകത്തിൽ പറയും, മനുഷ്യൻ്റെ കൾച്ചർ ഡെവലപ്പ് ചെയ്യുന്നതിനെക്കുറിച്ച് പറയുന്ന ബേസിക്കായ ഒരു കാര്യം, ഒന്ന് ഫിസിക്കലായിട്ട് പറയുന്നത് തീയെ മെരുക്കാൻ കഴിഞ്ഞു എന്നാണ്. തീയെ മെരുക്കാൻ കഴിഞ്ഞപ്പോൾ വെന്ത ഭക്ഷണങ്ങൾ കഴിക്കാൻ തുടങ്ങി. വെന്ത ഭക്ഷണം കഴിക്കുമ്പോൾ ദഹനത്തിനുള്ള ഊർജ്ജം മിച്ചം വന്നു. സർപ്ലസ് വാല്യൂ എന്നൊക്കെ പറയുന്നത് പോലെ ആ മിച്ചം വന്ന ഊർജ്ജം ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് ഉപയോഗിച്ചു വന്നു. അങ്ങനെ മനുഷ്യൻ്റെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്തു. നമുക്ക് ആർക്കിയോളജിക്കലായ കുറേ എവിഡൻസ് ഉണ്ട്. കാര്യം മനുഷ്യൻ്റെ സ്കൾ, തലയോട്ടിയുടെ വലുപ്പം വർദ്ധിക്കുന്ന ഒരു ഘട്ടം. മറ്റൊന്ന് ഈ റിബ്സ്, വാരിയലുകളുടെ വികാസം. അതായത് കൂടുതൽ എയർ നമുക്ക് ലങ്സിലേക്ക് എടുക്കാൻ പറ്റുന്നു. ആ എയർ നമ്മൾ ലങ്സിൽ നിന്ന് വിടുന്ന എയറിന് തരംഗങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഭാഷ ഉണ്ടാക്കുക. അപ്പോൾ ബ്രെയിനും, അതായത് സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും എന്നൊക്കെ പറയുന്നത്, സോഫ്റ്റ്വെയർ അവിടെ ഡെവലപ്പ് ചെയ്തു, ഹാർഡ്വെയർ നമ്മളുടെ ഈ ലങ്സിൻ്റെ കപ്പാസിറ്റിയിൽ വന്നു. അങ്ങനെ ഉണ്ടായ വ്യത്യാസമാണ് മനുഷ്യനെ ഭാഷയിലേക്ക്, ഇന്നത്തെ കാണുന്ന ഭാഷയിലേക്ക് നയിച്ച ഒരു ഘടകം എന്ന് പറയും. അങ്ങനെ വരുന്നതോടെ ഒരു സമാന്തര ലോകം ഉണ്ടാകണം, ആശയ ലോകം ഉണ്ടാകണം. ആശയ ലോകം ഉണ്ടാകുമ്പോൾ ഇന്നത്തെ ഭാഷയിൽ നമുക്ക് പറയുകയാണെങ്കിൽ
നമുക്ക് വെർച്വൽ റിയാലിറ്റി ഉണ്ടാവുമെന്ന് പറയാം. നമ്മൾ വെർച്വൽ റിയാലിറ്റിയെ വേറൊരു തരത്തിലാണ് പറയുന്നത്. വെർച്വൽ റിയാലിറ്റി ഉണ്ടാവും. വെർച്വൽ റിയാലിറ്റി ഉണ്ടാവുന്നതുമല്ല, വെർച്വൽ റിയാലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു. അങ്ങനെ മനുഷ്യൻ ക്രിയേറ്റ് ചെയ്ത വളരെ രസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ദൈവം എന്നുള്ളതാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്നുള്ള സംഗതി, അതാണ് മേതിലിൻ്റെ പുസ്തകത്തിൻ്റെ ടൈറ്റിലിൻ്റെ ഹയറാർക്കി. തിരിച്ച് മനുഷ്യൻ ദൈവത്തെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത ഒന്നിനെ ഉണ്ടാക്കിയെടുത്തു എന്നല്ല, ഇന്ന് നമുക്ക് ദൈവം ഇല്ല എന്ന് പറയാൻ പ്രയാസമായ തരത്തിൽ അത് നമ്മളിൽ ജീവിക്കുന്നു. നമുക്കത് നിഷേധിച്ചാൽ പോവില്ല. അതായത് നമ്മളുടെ എയറിൽ, നമ്മുടെ അന്തരീക്ഷത്തിൽ, ജീവിതാന്തരീക്ഷത്തിൽ അത് വളരെ ശക്തമായിട്ടുണ്ട്. അതിന് ഇഫക്റ്റുണ്ട്. അതായത് ദൈവവിശ്വാസിയായ ഒരാൾക്ക് മാത്രമല്ല, ദൈവവിശ്വാസി അല്ലാത്ത ഒരാൾക്കും ആ എഫക്റ്റുണ്ട്. നിങ്ങൾക്കതിനെ മറികടന്ന് പോകാൻ പറ്റില്ല. അങ്ങനെ പക്ക ഒരു ക്രിയേഷനാണത്. ക്രിയേഷനകത്ത് നമ്മൾ ക്രിയേറ്റീവ് എന്നുള്ള വാക്ക് ഉപയോഗിക്കും. ഭാഷ അങ്ങനെ ക്രിയേറ്റീവാണ്. അതിൻ്റെ ഒരു സൗകര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ മരം എന്ന് പറയുന്നൊരു സംഗതി ഇല്ല. മരം എന്നുള്ളത് ഭാഷയിൽ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ലോകത്ത് നോക്കുകയാണെങ്കിൽ അത് ഏതോ ഒരു പ്രത്യേക മരമാണ്. മരം എന്ന് പറയുന്നത് ഒരു അബ്സ്ട്രാക്റ്റ് ആയ ഒരു ആശയം. അപ്പോൾ അങ്ങനെ അബ്സ്ട്രാക്റ്റ് ആയ, അത് ഫിസിക്കൽ ഗ്രൗണ്ട് ഇല്ലാത്ത ഒരു ആശയം ആണ് മരം. ഭാഷയിലുള്ള എല്ലാ വാക്കുകളും അങ്ങനെയാണ്. അതിന് പുറത്തുള്ള യാഥാർത്ഥ്യവുമായിട്ട് കൊറിലേഷൻസ് ഉണ്ടാവാം, പക്ഷേ അത് ഈ കറസ്പോണ്ടൻസ് അല്ലാതെ അത് തമ്മിൽ ലിങ്ക്ഡ് അല്ല. നിങ്ങൾക്കത് ഡിറ്റാച്ച്ഡ് ആണ്. അപ്പോൾ അങ്ങനെ ഡിറ്റാച്ച്ഡ് ആകുമ്പോൾ നമുക്ക് അതുകൊണ്ട് പല കോമ്പിനേഷൻസ് ഉണ്ടാക്കാം. അങ്ങനെ കോമ്പിനേഷൻസ് ഉണ്ടാക്കിയിട്ടാണ് വരുന്നത്. അത് ഭാഷയുടെ ഡെവലപ്മെൻറ്റ് അനുസരിച്ച് അതിൻ്റെ സാധ്യത കൂടി വരികയാണ്. ഈ ഡിജിറ്റൽ ഇതിലേക്ക് പറയുമ്പോൾ നമുക്കതിനകത്ത് ഇപ്പോൾ 01 എന്ന് പറയും. 01 എന്ന് പറയുന്നത് നമ്മൾ പേപ്പറിൽ എഴുതുമ്പോൾ അതൊരു മാത്തമാറ്റിക്കലായ അക്കങ്ങളുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അതിന് ആശയങ്ങളുണ്ട്. അപ്പം ശൂന്യം എന്ന് പറയുന്നത് ഒരു ആശയമാണ്. ശൂന്യം എന്ന് പറയുന്നത് ആശയത്തിൽ നിൽക്കൂ. അങ്ങനെ ഒരു ശൂന്യം ഉണ്ടാവുക, പ്ലസ് ഉണ്ടാവുക എന്നുള്ള സംഗതി വരുന്നു. ഈ 0യെ നിങ്ങൾക്ക് ഇലക്ട്രിക് കറണ്ടിൻ്റെ സാന്നിധ്യമായിട്ടും അതിൻ്റെ അഭാവമായിട്ടും നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെയാണല്ലോ ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. ഡിജിറ്റൽ എന്ന് പറയുന്നത് അനലോഗിൽ അത് റിയാലിറ്റിയായിട്ട് ബന്ധമുണ്ട്. ഇതിലത് മാറുന്നു. അതായത് ഭാഷ കണ്ടുപിടിച്ചതുപോലെ ഡിജിറ്റൽ ടെക്നോളജി വരുമ്പോൾ റിയാലിറ്റി, ഫിസിക്കൽ റിയാലിറ്റിയിൽ നിന്ന് മാറിയിട്ടുള്ള ഒരു സാധനം സാധ്യമാകുന്നു, കറണ്ട് ഉണ്ടെങ്കിലും. ന്യൂറോ മാപ്പിങ്ങിൻ്റെ ഒക്കെ ഒരു രീതിയിൽ വെച്ചൊക്കെ ആണെങ്കിൽ അതിനകത്ത് ബ്ലഡ് സർക്കുലേഷൻ്റെ പ്രസൻസും ആബ്സെൻസും ഡിജിറ്റലാക്കാം. നമുക്ക് പ്രസൻസ് 1 ആബ്സെൻസ് 0 ആക്കി എടുക്കുകയാണെങ്കിൽ ഈ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം പോകുന്നത് ഡിജിറ്റലാണ് എന്ന് നമുക്കൊരു ഉപമയിൽ പറയാം. യാഥാർത്ഥ്യം അല്ലെങ്കിലും അങ്ങനെ പറയാം. അതുകൊണ്ടാണ് ഇവ തമ്മിൽ ഒരു പാരലായിട്ട് ബന്ധമുണ്ടാകുന്നത്. അത് പഴയ ഘട്ടത്തിൽ MS DOSൻ്റെ ഒക്കെ ഒരു കാലഘട്ടത്തിൽ വരുമ്പോൾ നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്തിട്ടുള്ള വിഷ്വൽ സയൻസാണ്. ഈ വിഷ്വൽ സയൻസിനെ എങ്ങനെ റീഡ് ചെയ്തു എന്ന് പോകുന്നത്. എഴുത്ത് കണ്ടുപിടിക്കുന്നതിനകത്ത് ഒരു വലിയ ജമ്പുണ്ട്. മനുഷ്യൻ്റെ ഒരു വലിയ ജമ്പ് എന്ന് പറയുന്നത് എഴുത്തും വായനയും കണ്ടുപിടിക്കുന്നതാണ്. മനുഷ്യ സമൂഹങ്ങളിലെല്ലാം ഭാഷയുണ്ട്, പക്ഷേ എല്ലാ ഭാഷാ സമൂഹങ്ങളിലും എഴുത്തും വായനയില്ല. എഴുത്തും വായന ഈ പറഞ്ഞ പോലെ ഒരു അധ്വാന ലഘി അങ്ങനെ ഒരു സൗകര്യം മാത്രമല്ല, നമ്മുടെ ബ്രെയിൻ കപ്പാസിറ്റിയുടെ തന്നെ ഒരുതരം റെവല്യൂഷൻ ഉണ്ട് അതിനകത്ത്. ഇപ്പോൾ ബ്രെയിനിൻ്റെ 2 ഹെമിസ്ഫിയർ, ഒരു അർദ്ധഗോളവും 2 അർദ്ധഗോളവും. ഒരു അർദ്ധഗോളത്തിലാണ് കാഴ്ച എന്ന് പറയുന്ന നമ്മളുടെ സെൻസറി എക്സ്പീരിയൻസിനെ മുഴുവൻ പ്രോസസ്സ് ചെയ്യുന്നത്. മറ്റേ ഹെമിസ്ഫിയറിലാണ് കേൾവി എന്ന് പറയുന്ന എല്ലാ എക്സ്പീരിയൻസിനെയും പ്രോസസ്സ് ചെയ്യുന്നത്. സത്യത്തിൽ അവ തമ്മിലൊരു വിടവുണ്ട്. ബ്രെയിൻ നമുക്ക് അങ്ങനെ നോക്കിയറിയാം, അങ്ങനെ അടർത്തിയെടുക്കാൻ, താമര അല്ലി പോലെ അല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ അല്ലി പോലെ അടർത്തിയെടുക്കാൻ പാകത്തിലാണ്. അപ്പോൾ സെപ്പറേറ്റഡ് ആണത്. എഴുത്ത് വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കണ്ണുകൊണ്ട് കേൾക്കുക എന്ന് പറയുന്ന ഒരു അനുഭവമാണ്. അതായത് വിഷ്വലാണ് അതിൻ്റെ എല്ലാ ഏർപ്പാടുകൾ. അത് ആൽഫബറ്റ് ചിലപ്പം വർണ്ണമായിരിക്കാം, അക്ഷരമായിരിക്കാം, അതിനേക്കാൾ വലിയ പദങ്ങളായിരിക്കാം, എന്തുമായിരിക്കാം. അതൊക്കെ കാഴ്ചയാണ്. പക്ഷേ 8 എന്നുള്ളൊരു ചിഹ്നം നിങ്ങൾ കാണുമ്പോൾ 8 എന്നുള്ള അത് തിരിച്ചിട്ട് ഇൻഫിനിറ്റി ആയിട്ടു. അപ്പോൾ ആ 8 എന്നുള്ള വിഷ്വൽ സൈൻ അല്ല നമ്മൾ കാണുന്നത്, മറിച്ച് മലയാളികൾ കേൾക്കുമ്പോൾ 8 എന്നാണ്. ഇംഗ്ലീഷുകാരന് 8 എന്നായിരിക്കും കേൾക്കുക, ഹിന്ദിക്കാരന് 8 എന്ന് കേൾക്കും. എന്ന് വെച്ചാൽ ഏത് ഭാഷക്കാരനാണോ ആ ഭാഷയുടെ ഒച്ച ഇതിനകത്ത് നിന്ന് ജനറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതൊരു കോഡാണ്. ഈ കോഡ് വരുമ്പം ഈ 2 ഹെമിസ്ഫിയറും തമ്മിൽ ഇങ്ങനെ ഒരു ഷൂവിൻ്റെ ലേസ് കെട്ടുന്നത് പോലെ ലിങ്ക് ആവുന്നു.
ഇങ്ങനെ ലിങ്ക് ആകുമ്പോൾ ബ്രെയിനിൻ്റെ വർക്കും എഫിഷ്യൻസിയും 10 മടങ്ങ് കൂടുന്നു എന്നാണ്. അപ്പോൾ ഒരു ഹെമിസ്ഫിയറിൻ്റെ സാധ്യതയെ മറ്റേ ഹെമിസ്ഫിയറിൻ്റെ സാധ്യതയും ഒറ്റയ്ക്ക് നിൽക്കുന്നതിനേക്കാൾ അവ തമ്മിൽ ലിങ്ക് ചെയ്യുമ്പോൾ കമ്മ്യൂണിക്കേറ്റീവ് ലിങ്ക് വരുമ്പോൾ അതിന് സാധ്യത കൂടുന്നു. അതുകൊണ്ട് ക്രിയേറ്റീവായ മനുഷ്യൻ്റെ ആലോചനകളുടെ വേഗവും കൃത്യതയും ഒക്കെ കൂടുന്നു. അങ്ങനെ കൂടി വന്നിരിക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമുക്ക് എഴുത്ത് വേണ്ട, നമ്മൾ സംസാരിച്ചാൽ മതി, അലക്സ എന്ന് പറഞ്ഞിട്ട് ഓണാക്കാൻ പറഞ്ഞ അതിൻ്റെ അർത്ഥം ലാംഗ്വേജിൽ നമ്മൾ കോഡ് ചെയ്തിരിക്കുന്ന മെസ്സേജിനെ ഡീകോഡ് ചെയ്യാൻ ഈ മെഷീന് സാധ്യമാകുന്നു. അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ സാധ്യമാകുന്നു. അതിനകത്ത് പ്രവർത്തിക്കാൻ ഒരുപക്ഷെ റിമോട്ടായിട്ട് വർക്ക് ചെയ്യുന്ന രീതിയിൽ ഫിസിക്സിൽ ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റൊക്കെ അത്യാവശ്യമാണ്. എന്നുവെച്ചാൽ ഒരു 500 കൊല്ലം മുമ്പ് നമുക്ക് സാധ്യമായിരുന്നു. അപ്പോൾ അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ അത് ഡെവലപ്പ് ചെയ്ത് നമ്മളുടെ ഈ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ ഒടുവിൻ പറഞ്ഞതുപോലെ അതിൻ്റെ ലഘൂകരണം, എഫിഷ്യൻസി കൂട്ടലൊക്കെ വളരെ വികസിച്ചു. അങ്ങനെയൊക്കെ വികസിച്ചാലും ഒരു ദൈവത്തെ എഐക്ക് സൃഷ്ടിക്കാനാവുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ദൈവത്തെ സൃഷ്ടിക്കുന്നത് ഗുണം മാത്രമല്ല ദോഷമുള്ളൊരു കാര്യമാണ്, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അത് ക്രിയേഷനാണ്. എല്ലാത്തിനും ഗുണവും ദോഷമുള്ളതുപോലെ അതിനുണ്ടെന്ന് വിചാരിച്ചാൽ മതി. അങ്ങനെ ക്രിയേറ്റീവ് ആകാൻ പറ്റുമോ എന്നുള്ളതാണ് നിലവിലുള്ള ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇന്നിപ്പോൾ ഭാഷ കൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രധാന പണി ലിറ്ററേച്ചർ പോലുള്ള ഒന്ന്, അതായത് ഇല്ലാത്ത ലിറ്ററേച്ചറിൻ്റെ ഒരു ഉദാഹരണമായിട്ട് പറയുന്നത് പുലി വരുന്നേ പുലി എന്നുള്ള കഥയാണ്. പുലി വരുന്നേ പുലി എന്നുള്ള കഥയിൽ ഇയാളിങ്ങനെ പറഞ്ഞ് ഗ്രാമീണരെ പറ്റിക്കുകയും ഒറിജിനൽ പുലി വന്നപ്പോൾ ആരും രക്ഷിക്കാനുണ്ടായില്ല എന്നാണ് ആ കഥ പറയുന്നത്. പക്ഷെ നമുക്കതിൽ നിന്ന് മനസ്സിലാകുന്നത് പുലിയില്ലാത്ത ഒരു സന്ദർഭത്തിൽ പുലി വരുന്നേ പുലി എന്ന് പറയാൻ പറ്റുന്നു, ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു. ഇല്ല, അങ്ങനെയൊന്നും ഇല്ല, അത് നുണയാണ്. അപ്പോൾ നുണ സാധ്യമാണ്. ആ നുണ സാധ്യമായതുകൊണ്ട് കാര്യമില്ല. ആ നുണ ഞാൻ കാണുന്ന സ്വപ്നങ്ങളൊക്കെ നുണയാണെന്ന് പറയുന്നത് പോലെ എല്ലാവർക്കും സാധ്യമായിരിക്കും. പക്ഷെ ആ നുണ ഒരു ഗ്രാമവാസികൾ അപ്പാടെ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. ആ നുണയെ അവർക്ക് യാഥാർത്ഥ്യമാണ്. അവരെ പറ്റിക്കുകയല്ല, അവർ ഈ മെസ്സേജിന് ആ മെസ്സേജിൻ്റെ യഥാർത്ഥത്തിൽ അത് മനസ്സിലാക്കുന്നു. ഈ ക്രിയേഷനാണ് ഒരർത്ഥത്തിൽ ലാംഗ്വേജ് ചെയ്യുന്നത്. അതിനെ നമ്മൾ കഥ എന്ന് പറയും. നുണ, കള്ളം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിനൊരു നെഗറ്റീവ് കളർ കൊടുക്കും. ബേസിക്കലി എല്ലാ കഥകളും നുണക്കഥകളാണ്. നുണകളില്ലെങ്കിൽ മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട് ആ അർത്ഥത്തിൽ. കാര്യം യാഥാർത്ഥ്യം മാത്രമാണെങ്കിൽ, ഉദാഹരണത്തിന് തീ പൊള്ളും എന്ന് തീ തൊട്ട് പൊള്ളി മാത്രം അറിയേണ്ട കാര്യമില്ല, അതൊരു റിയാലിറ്റിയാണ്. അതിനെ തീ പൊള്ളും എന്ന് പറയുന്ന വെർച്വൽ റിയാലിറ്റി ആക്കുമ്പോൾ നിങ്ങൾക്ക് പൊള്ളാതെ തന്നെ പൊള്ളുക എന്നുള്ള എക്സ്പീരിയൻസിനെ സങ്കല്പിക്കാനാവും. അപ്പോൾ ഈ സങ്കല്പം വളരെ പ്രധാനമാണ്. അത് ഭാഷയിൽ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ടെക്നോളജി ഈ സങ്കല്പത്തെ എല്ലാ കാലത്തും പിന്തുണച്ച് പോകും. ചിലയിടത്തൊക്കെ ഭയങ്കര ക്രൈസിസൊക്കെ വന്ന അവസ്ഥയുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഫോട്ടോഗ്രാഫിയുടെ തുടക്കം എന്ന് പറയുന്നത് പിൻഹോൾ ക്യാമറ എന്നൊക്കെ നമ്മൾ പറയുന്ന മാനുവലായിട്ടുള്ള ലെൻസില്ലാത്ത ക്യാമറയാണ്. അത് പണ്ട് ഉപയോഗിച്ചിരുന്നത് വലിയ ലാൻഡ്സ്കേപ്പുകളും അങ്ങനെയുള്ളതൊക്കെ പെയിൻറ്റ് ചെയ്യേണ്ട ആവശ്യം വരുമ്പോൾ ഒരു സ്ക്രീനിൽ ഈ ലാൻഡ്സ്കേപ്പിൻ്റെ റിഫ്ലക്ഷൻ, ഇൻവേർട്ടർ റിയൽ ഇമേജ് എന്നൊക്കെ പറയുന്ന രീതിയിൽ റിഫ്ലക്ഷൻ കിട്ടുന്ന രീതിയിൽ അന്നത്തെ ക്യാൻവാസ് സജ്ജമാക്കുന്നു. എന്നിട്ട് ഇതിൻ്റെ ഔട്ടർ ലൈനൊക്കെ ഇങ്ങനെ കറക്റ്റായി, അപ്പോൾ അതിൻ്റെ റേഷ്യോ ഒക്കെ കറക്റ്റായിരിക്കും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് അത് തിരിച്ചു വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കളേഴ്സ് അപ്ലൈ ചെയ്തിട്ടാണ് ചെയ്തത്. അപ്പോൾ അത് അങ്ങനെയാണ് പോകുന്നത്. അതുകൊണ്ട് നാച്ചുറലിസ്റ്റിക് എന്നോ റിയലിസ്റ്റിക് എന്നൊക്കെ പറയുന്ന രീതിയിൽ അന്നത്തെ പെയിൻറ്റിങ്സിൻ്റെയൊക്കെ ഒരു സ്വഭാവം. കാര്യം മൈക്രോ ഡീറ്റെയിൽസ് എത്ര കണ്ടു കൊടുക്കുന്നു അത്രയും ഇതാവുന്നു. ലൈറ്റിൻ്റെ വളരെ സട്ടിലായിട്ടുള്ള വേരിയേഷൻസ് എങ്ങനെ കൊടുക്കുന്നു അതിനനുസരിച്ച് ആർട്ടിസ്റ്റ് ഭയങ്കര എലഗൻ്റ് ആവുന്നു എന്നൊക്കെ പറയുന്ന രീതിയിൽ. ഫോട്ടോഗ്രാഫി കണ്ടുപിടിച്ചതോടെ ഈ പണിയുടെ ആവശ്യമില്ല. ഫോട്ടോഗ്രാഫി ചെയ്തുകൊണ്ട് യന്ത്രം തന്നെ അത് ചെയ്യും. അപ്പോൾ അതോടെ ചിത്രകലയ്ക്ക് ഒരു വലിയ പ്രതിസന്ധി നേരിട്ടു. അങ്ങനെ പ്രതിസന്ധി നേരിട്ടപ്പോൾ ചിത്രകല അതോടുകൂടെ അവസാനിച്ചില്ല, അത് തുടരുകയാണ് ചെയ്തത്. കാര്യം ഫോട്ടോഗ്രാഫിക്ക് അല്ലാത്ത ചിത്രങ്ങളിലേക്ക് മനുഷ്യൻ പോകാൻ തുടങ്ങി, ഭാവനയിലുള്ളത് വരയ്ക്കാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഒരു നല്ല ഉദാഹരണം പറയാവുന്നത് പഴയ റെംബ്രാൻഡൊക്കെ പെയിൻറ്റിങ്ങിൽ നിന്ന് നമ്മൾ വാൻഗോഗിലെത്തുമ്പോൾ സ്റ്റാറി നൈറ്റ് എന്നൊക്കെ പറയുന്ന ഒരു ചിത്രം വളരെ പ്രസിദ്ധമായ ചിത്രമാണ്. സ്റ്റാറി നൈറ്റ് എന്ന് പറയുന്നത് പഴയ രീതിയിലാണെങ്കിൽ ക്യാൻവാസിൽ ചിത്രം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ക്യാൻവാസിൽ ചിത്രം ഇല്ല. അത് ക്യാൻവാസിലും ഇല്ല, പിന്നെ കാണുന്ന ആളുടെ കാഴ്ചയിൽ അത് ചിത്രമായിട്ട് വികസിക്കുകയാണ്. സാധാരണ അതിൽ ഡെഡ് എൻഡ് അല്ലെങ്കിൽ സ്റ്റില്ലാണെന്ന് പറയില്ലേ. വാൻഗോഗിൻ്റെ ചിത്രം സ്റ്റില്ലല്ല, അതിനകത്ത് കളർ മിക്സിങ് കാണുന്ന ആളാണ് ചെയ്യുന്നത്.
വേറെ വേറെ കളേഴ്സാണ് മിക്സ് ചെയ്തിട്ട് തന്നെ ഡിഫറെൻറ്റ് ടോൺസ് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. കാണുന്ന ഒരാൾക്ക് അതിനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫോട്ടോഗ്രാഫിക്കായിട്ട് വേണമെങ്കിൽ കാണാം. പക്ഷേ ഫോട്ടോഗ്രാഫിക്കായി കാണുന്നതിനേക്കാളും എത്രയോ ഭംഗിയുള്ളതാണ് സച്ച് അത് കാണുന്നത്. അപ്പോൾ ഇതൊരു ഫോട്ടോഗ്രാഫിയെ ചാലഞ്ച് ചെയ്യാനുള്ള ഒരു വഴിയാണ്. വാൻ ഗോഗുള്ള കാലത്ത് വാൻ ഗോഗിൻ്റെ 4-5 ഫോട്ടോഗ്രാഫ്സ് എടുക്കപ്പെട്ടിട്ടുണ്ട്. മാങ്ങാടക്കനാകാരൻ അതിനെക്കുറിച്ചിട്ട് മാതൃഭൂമിയിലൊക്കെ എഴുതിയിട്ടുണ്ട്. വാൻ ഗോഗിൻ്റെ പോർട്രേറ്റ്സ് നോക്കിയാലോ അത് ഇതേ രീതിയിലാണ്. അയാളുടെ ബ്രഷ് സ്ട്രോക്സ് ഒക്കെ വെച്ച് തമാശയാണ്. കാര്യം വെച്ചാൽ പെയിൻറ്റ് വാങ്ങാൻ പണമില്ലാതെ അനിയൻ്റെ പൈസ കൊണ്ട് കഷ്ടപ്പെട്ട്, പക്ഷേ അത്രയേറെ പെയിൻറ്റുകൾ ഇങ്ങനെ എക്സ്ട്രാ വെഗൻസ എന്നൊക്കെ പറയുന്ന പോലെ അപ്ലൈ ചെയ്തിട്ടുള്ള മറ്റൊരു ആർട്ടിസ്റ്റ് ഉണ്ടാവുമെന്ന് സംശയം. അത് അങ്ങനെ പോകുന്നു. അത് കഴിഞ്ഞിട്ട് ഈ റിയലിസ്റ്റിക് ഇതിനെ ചെറുക്കാനുള്ള മറ്റൊരു വഴി ക്യൂബിസം പോലുള്ള മെത്തേഡ് കൊണ്ട് പിക്കാസോവും അതിൻ്റെ കൂട്ടരും ചെയ്യുന്നു. അത് വേറൊരു വഴി. അതിൻ്റെ അപ്പുറത്ത് വരുന്ന സാധനം ഡാലിയെ പോലെ ആൾക്കാർ വരുമ്പം ഡാലി ഇതിനെ എന്താണ് അബോധത്തിൻ്റെതാക്കി. ഇത് വളരെ പ്രധാനമാണ്. അബോധം എന്ന് പറയുന്നത് ക്രിയേഷൻ്റെ സർഗാത്മകതയുടെ അടിസ്ഥാനപരമായൊരു പ്ലാറ്റ്ഫോമായിട്ട് എനിക്ക് കാണും. ഞാൻ ഫ്രോയിഡിയൻ ഇത് വെച്ചിട്ടല്ല ഞാൻ പറയുന്നത്. കാരണം വെച്ചാൽ ആ അബോധം ഈ പറയുന്നത് 0-1 എന്ന് പറഞ്ഞിട്ട് മെഷീന് കൊടുക്കാൻ പറ്റുമോ? മെഷീന് അബോധമുണ്ടോ? മെഷീന് മെമ്മറി ഉണ്ട്. മനുഷ്യൻ്റെ മെമ്മറിയും മെഷീൻ്റെ മെമ്മറിയും തമ്മിലുള്ള വ്യത്യാസം, മനുഷ്യൻ്റെ മെമ്മറി സ്റ്റാറ്റിക് അല്ല, അത് സത്യവുമല്ല. എല്ലാ മെമ്മറിയും അസത്യമാണെന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ ഇപ്പോൾ പഴയ 10ാം ക്ലാസ്സിലുള്ള ഇപ്പോൾ ക്ലാസ്മേറ്റ്സ് കണ്ട് തിരിച്ചു വരുമല്ലോ. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇൻവോൾവ് ആയിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് അവർ ഓർമ്മയിൽ പറയും. നമ്മുടെ ഓർമ്മയിൽ അത് ചിലപ്പോൾ അതുണ്ടാവില്ല. ചിലപ്പോൾ നമ്മളതിന് വിറ്റ്നസ് ആയിരിക്കില്ല. നമ്മൾ വിറ്റ്നസ്സായ അനുഭവം തന്നെ അവർ പറയുമ്പോൾ നമ്മുടെ ഓർമ്മയിലുള്ളതല്ല അവർ പറയുന്നു. ചിലപ്പോൾ ഭയങ്കര ഡ്രാസ്റ്റിക്കായ വ്യത്യാസങ്ങളുണ്ടാവും, ചിലപ്പോൾ സട്ടിലായ വ്യത്യാസങ്ങളുണ്ടാവും. അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ മനുഷ്യൻ വളരുന്നതനുസരിച്ച് മനുഷ്യൻ്റെ മെമ്മറിയും വളരുന്നു. ആ വളർച്ചപ്പോൾ ചില മിസ്റ്റേക്സ് അറിയാം. പിന്നെ ചില ക്വസ്റ്റ്യൻസ് കുട്ടികൾ ഒത്തിരി എഴുതുക വെച്ചാൽ അങ്ങനെ കർണൻ തേര് പൊക്കാൻ പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയത്ത് അർജുനൻ വെടിവെച്ചു എന്ന് പറയും. അപ്പോൾ അതൊരു മിസ്റ്റേക്കായിട്ട് നമുക്ക് തോന്നും. അത് അമ്പിനെ വെടിയുണ്ട കൊണ്ട് റീപ്ലേസ് ചെയ്യുന്ന ഒരു കൾച്ചറൽ ഗ്രോത്തിനകത്ത് ഉറച്ചു പോകുന്നതാണ്. ആ കുട്ടിയുടെ മെമ്മറിയിൽ അമ്പില്ല, അമ്പ് തന്നെയാണ് വെടിയുണ്ട. അമ്പിനെ കോമ്പാക്ട് സൈസിലാക്കിയാൽ വെടിയുണ്ടയായി എന്ന് പറയും. അതിന് മെഷീനറിയൊക്കെ മാറുന്നു. അപ്പോൾ ആ ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കുന്നു. ഇങ്ങനെ ഡിസ്പ്ലേസ്മെൻറ്റ് മെമ്മറിയിൽ മൊത്തം നടക്കുന്നു. അപ്പം ഫ്രോയിഡിൻ്റെ അനാലിസിസിലൊക്കെ നിങ്ങൾ സ്വപ്നത്തിൽ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കുന്നതിനെക്കുറിച്ച് പറയും. ഈ ഡിസ്പ്ലേസ്മെൻറ്റ് ലിറ്ററേച്ചറിൽ നടക്കുന്നതുമായിട്ട് വളരെ സാമ്യമുള്ളതായിട്ടും പാരലായിട്ടും പറയും. ഇങ്ങനെ റീപ്ലേസ് ചെയ്തൊരു മെമ്മറിയാണ്. അതുകൊണ്ട് ഒരാൾ ഓർമ്മിച്ചെടുക്കുന്നു എന്നുള്ളത് അയാളുടെ ഓർമ്മ മാത്രമാണ്. അയാൾക്ക് ആ ഓർമ്മയുടെ സംഭവം ഉണ്ടായതിന് ശേഷമുള്ള അയാളുടെ ഗ്രോത്ത് ആ ഓർമ്മയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അത് അച്ചടിച്ചൊരു പുസ്തകം പോലെയല്ല. അച്ചടിച്ച പുസ്തകത്തിനകത്ത് അതും സ്റ്റാറ്റിക് അല്ല. കാരണം വെച്ചാൽ അത് വെച്ചിട്ട് നമുക്ക് അതിനകത്തൊരു പേജ് മിസ് ചെയ്യാം. പക്ഷേ അതിൽ നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. മെമ്മറിയിൽ അങ്ങനെയല്ല, അതിന് ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പുതുതായിട്ട് കൂട്ടിച്ചേർക്കുന്നുണ്ട്. അങ്ങനെ കൂട്ടിച്ചേർത്ത മെമ്മറിയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഓർമ്മിക്കുന്നത് ഇന്നത്തെ എൻ്റെ ഓർമ്മയാണ്. അത് 30 വർഷം മുമ്പുള്ള സംഭവത്തിൻ്റെ പകർപ്പല്ല. അപ്പം അതിനകത്ത് അത് ബോധപൂർവം ചെയ്യുന്നതല്ല. അങ്ങനെ ഒരു അബോധമുള്ളത് കൊണ്ട് ആ അബോധം ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്, അബ്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. മെഷീനെ സംബന്ധിച്ച് അങ്ങനെ ഒരു അബോധം ഉണ്ടാകുക എന്നുള്ളത് ഞാൻ സങ്കല്പിക്കുന്നില്ല. അത് പിന്നെ ഫിസിക്കലാണ് ആ അർത്ഥത്തിൽ. അല്ലെങ്കിൽ അതിനൊക്കെ കൃത്യമായ ട്രേസ് ഉണ്ട്. അതായത് ഗാന്ധിജിയുടെ സ്പീച്ച് റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്കിപ്പോൾ കേൾക്കാം. അത് തന്നെയാണ്, വ്യത്യാസങ്ങളൊന്നുമില്ല. ഗാന്ധിജിയുടെ സ്പീച്ച് അന്ന് കേട്ട ഒരാൾ ഇന്ന് പറയുമ്പോൾ അതേ അല്ല. അയാൾ കള്ളം പറയുന്നു എന്നുള്ള അർത്ഥത്തിലല്ല, അയാൾ അറിയാതെ തന്നെ അതിനകത്ത് മാറുന്നു. ഭാഷയുടെ ഒരു പ്രശ്നം അതാണ്. ഭാഷയിൽ റിപ്പീറ്റ് ചെയ്യുക ഭയങ്കര പാടാണ്. ഒരു കാര്യവും റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. ആകെ റിപ്പീറ്റ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് ചില പാട്ടുകൾ റിപ്പീറ്റ് ചെയ്യാം, ചില പദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാം. കാരണം അത് ആ മെമ്മറിയിൽ അങ്ങനെ തന്നെ നിർത്താൻ സഹായിക്കുന്ന ഒരു ഘടനയാണ് അത് വാർന്നു വീഴുന്നത് എന്നുള്ളതുകൊണ്ടാണ്. അല്ലാത്തത് അങ്ങനെയല്ല. അപ്പോൾ ഉദാഹരണം പറയാവുന്നത്, എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇരട്ടപ്പേര് സങ്കടം എന്നാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് എന്തൊരു പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരാളെ കുട്ടിയെ ഏൽപ്പിച്ചു. അപ്പോൾ കുട്ടി അവിടെ വന്നിട്ട് വീടിൻ്റെ ലൊക്കേഷനൊക്കെ മനസ്സിലായി. പക്ഷേ ആ വീടാണോ ഈ വീടാണോ എന്നൊരു സംശയം. അപ്പോൾ അയാൾ അങ്ങനെ ഒന്ന് പരിങ്ങി നിന്നിട്ട്
അതിലെ വന്ന മനുഷ്യനോട് ചോദിച്ചു, അല്ല ഈ ദുഃഖത്തിൻ്റെ വീട് എവിടെയാണ്? അപ്പം ദുഃഖം എന്നുള്ള ഒരു എക്സ്പീരിയൻസ് അല്ല, ദുഃഖം ഒരു ഒരു പ്രത്യേക പേരാണ്, അത് വളരെ സ്പെസിഫിക്കാണ്. അതിന് പകരം മറ്റൊന്നും ഉപയോഗിച്ചാൽ നടക്കില്ല. പക്ഷേ ഭാഷയിൽ നമുക്ക് ദുഃഖത്തിനും സങ്കടവും പകരം മാറ്റി വെക്കാം. ഇങ്ങനെ ഭാഷയിൽ ഒരു വാക്ക് ഒരർത്ഥത്തെ മാത്രം ഉൾക്കൊള്ളുന്നില്ല, ഒരു കാര്യത്തിന് ഒരു വാക്ക് മാത്രവുമില്ല. ഇങ്ങനെ മർത്യൻ, നരൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വാക്കുകളുണ്ട്. ഇതൊക്കെ ഒന്നിനെ കുറിക്കുന്നു. അതിനകത്ത് ഹോമോസാപ്പിയൻസ് നമ്മൾ പറയുന്നത് ഈ വെറൈറ്റി ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ആംബിഗസ് ആകാതിരിക്കാൻ, ഷാർപ്പാകാൻ, അത് ഫിസിക്കലാവാൻ, അങ്ങനെ അതിനുവേണ്ടി തന്നെയാണ് ഈ ബൈനോമിയൽ നോമൻക്ലേച്ചർ നമ്മൾ ഉപയോഗിക്കുന്നത്. അത് മറ്റൊന്നിൽ നമ്മൾ ഉപയോഗിക്കില്ല. രാവിലെ തന്നെ ഒരു സാപ്പിയൻ വന്നിട്ട് ഇതാ വെള്ളം ചോദിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. അത് ഭാഷ പെർമിറ്റ് ചെയ്യുന്നില്ല. കാര്യം അതിൻ്റെ പർപ്പസ് വേറെയാണ്. അപ്പോൾ ഭാഷയ്ക്ക് പല പർപ്പസുണ്ട്. ഈ പല പർപ്പസിലേക്ക് ആവശ്യമായിട്ട് ഒരു കാര്യത്തിന് തന്നെ അനവധി വാക്കുകളുണ്ട്, ഒരു വാക്കിന് തന്നെ അനവധി അർത്ഥങ്ങളുണ്ട്. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. ഡിജിറ്റലിന് നിങ്ങൾക്ക് അത് പറ്റില്ല. ഇപ്പോൾ നമ്മുടെ കീബോർഡിനകത്ത് ഒരു കീ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് എഴുതാനുള്ള ഒരു മെസ്സേജ് നമുക്ക് എഴുതാൻ പറ്റും. ആ കീ അനാവശ്യമായതുകൊണ്ടല്ല, ആ കീ ഇല്ലെങ്കിലും നമുക്ക് മറ്റ് രീതിയിൽ കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റും. കമ്പ്യൂട്ടറിന് അത് പറ്റില്ല. ഇതാണ് അതിൻ്റെ പറ്റുക. അതായത് ഈ കീ ഇതിന് പകരമില്ല, അത് മാത്രമാണ്. ഭാഷയിൽ അത് മാത്രമല്ല, അതിന് പകരം പലതും. അതുകൊണ്ടാണ് നമുക്ക് മെറ്റഫേഴ്സ് ഉണ്ടാകുന്നത്. മെറ്റഫേഴ്സ് എന്ന് പറയുന്നത് നമ്മളെ എക്സ്പീരിയൻസിൻ്റെ പരിധിയിൽ നിന്ന് നമ്മളുടെ പുതിയ ഇല്ലാത്ത അൺനോൺ എന്ന് പറയുന്നതിലേക്ക് നമുക്ക് നമ്മുടെ കൊണ്ടുപോകാനുള്ള വാഹനങ്ങളാണ്. നമുക്ക് നേരത്തെ പരിചിതമായ ഒരു വാക്കുപയോഗിച്ച് നമുക്ക് അപരിചിതമായ ഒരു കാര്യത്തെ കൂടി പറയാം. നമുക്ക് അറിയാത്തത് കൂടി നമുക്ക് കേട്ട് മനസ്സിലാക്കാം, പറയാനും പറ്റും. ആ തരത്തിൽ ഭാഷയുടെ ഒരു ക്രിയേറ്റീവ് ആയ ഒരു സംഗതിയുണ്ട്. ഭാഷയിലെ അക്ഷരങ്ങൾ ലിമിറ്റഡ് ആയിരിക്കാം, വാക്കുകളും വേണമെങ്കിൽ ഒരു ഓപ്പൺ എൻഡഡ് ആയിട്ട് ലിമിറ്റഡ് ആയിട്ട് പറയാം. പക്ഷേ വാക്യങ്ങൾ ഇൻഫിനിറ്റാണ്, അൺലിമിറ്റഡ് ആണ്. എന്ന് വെച്ചാൽ 100 വർഷം മുമ്പ് പറഞ്ഞ വാക്യങ്ങളൊന്നും അല്ല നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. നമ്മൾ തന്നെ കുട്ടിക്കാലത്ത് പറഞ്ഞ വാക്യങ്ങളല്ല നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ അടുത്ത സെക്കൻഡിൽ പറയാൻ പോകുന്നത് പുതിയ വാക്യം, പുതിയ കാര്യം പറയുമ്പോഴല്ല, ഒരു പഴയ കാര്യം തന്നെ നമ്മൾ പുതിയ വാക്യത്തിലാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇൻ്റർവ്യൂവിലൊക്കെ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ട് വിവാദമാകുമ്പം അത് വളച്ചൊടിച്ചാണ് മറ്റതാണ്. ഇതൊരു ഭാഷയുടെ ഒരു സാധ്യതയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ക്രിയേറ്റിവിറ്റി ഉണ്ട്. ഈ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് മനുഷ്യൻ സങ്കല്പിച്ചുണ്ടാക്കിയെടുക്കുന്നതാണ്. ആ സങ്കല്പത്തിലേക്ക് മനുഷ്യനെ നയിക്കാൻ പറ്റുന്നത് കുട്ടിക്കാലത്തെ നമ്മൾ പറയുന്ന കഥകൾ, പഴഞ്ചൊല്ലുകൾ, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ കൊണ്ടാണ്. ഇപ്പം കടങ്കഥ, കറക്കുമ്പം വെളുക്കും, വെളുക്കുമ്പം കറക്കും, എന്താണ് ചോദ്യമാണ്. ആ ചോദ്യത്തിന് മുമ്പിൽ അയാൾ ഇതിനെക്കുറിച്ചിട്ട് ഈ ഭാഷയുടെ ഘടനയെക്കുറിച്ചിട്ടും അതിനകത്തുള്ള ഓരോ വാക്കും, കറക്കുക എന്നുള്ളതിന് ഇരുട്ടാവുക എന്നാണ് അർത്ഥം, പശുവിനെ കറക്കുക എന്നാണ് അർത്ഥം, വെളുക്കുക എന്നുള്ളതിന് വെള്ള നിറമാവുക എന്നാണോ, നേരം പുലരുക എന്നാണോ അർത്ഥം. ഈ മെറ്റഫറായിട്ട് സാധനം പോവുകയാണ്. ഇത് രണ്ടർത്ഥങ്ങളും ഒരേ സമയം ഇതിനകത്ത് അപ്ലൈ ചെയ്തിട്ട് രണ്ട് രീതിയിലെ വ്യാഖ്യാനവും സാധ്യമാണ്. അങ്ങനെ അതാണ് ഈ കുഴക്കുന്നത്. അപ്പോൾ അത് ഈ ഭാഷയുടെ ഈ ഫ്ലെക്സിബിലിറ്റിയെക്കുറിച്ചുള്ള എക്സസൈസാണ്. എല്ലാ പഴഞ്ചൊല്ലുകളും കടങ്കഥകളൊക്കെ ആ തരത്തിൽ കുട്ടിയെ ഇതിനകത്തേക്ക് അഡാപ്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഈ ഭാഷയുടെ ഈ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് വളരെ കുട്ടിക്കാലത്ത് തന്നെ കിട്ടുന്നു. അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ കുട്ടിക്കാലത്ത് പറയുന്ന കഥകളൊക്കെയും. കുട്ടികളോട് പറയുന്ന കഥകളൊക്കെയും ശ്രദ്ധിച്ചാൽ അറിയാം, അതിന് നാച്ചുറലായിരിക്കില്ല കഥകൾ. മൃഗങ്ങൾ വരാം, അദൃശ്യരായ മറ്റ് കഥാപാത്രങ്ങൾ വരാം, ഇങ്ങനെ വളരെ ഫാൻറ്റസിയാണത്. ആ ഫാൻറ്റസി ആവുന്നത് ബോധപൂർവ്വം കൂടിയാണ്. കാര്യം ഇമാജിനേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഇമാജിനേഷൻ റിയാലിറ്റിയുമായിട്ട് തീരെ ബന്ധമില്ലാതായി തീരുമ്പം ചിലപ്പോൾ അതിനെ നമ്മൾ ഭ്രാന്തെന്നോ ഉന്മാദമെന്നോ ഒക്കെ പറയേണ്ട രീതിയിലേക്ക് വരും. സാമാന്യമായിട്ട് ആളുകൾക്ക് ലോജിക് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന അതിനുള്ള വഴികളുള്ള, അതിനുള്ള സ്റ്റെപ്പ് കൂടി വെച്ചിരിക്കുന്ന എല്ലാ ഇമാജിനേഷൻസും നല്ലതാണ്. അപ്പോൾ അത് നമുക്ക് ദാലിയുടെ പെർസിസ്റ്റൻസ് ഓഫ് മെമ്മറി എന്ന് പറയുന്നതിനകത്ത് ഒരു ക്ലോക്ക് ഇങ്ങനെ മെൽറ്റ് ചെയ്യുന്നു. അത് വളരെ ഒരു ക്ലോക്കിന് മെൽറ്റ് ചെയ്യാവുന്നതാണ്. ക്ലോക്കല്ലേ മെൽറ്റ് ചെയ്യൂ, കാലം മെൽറ്റ് ചെയ്യുമോ, മെമ്മറി മെൽറ്റ് ചെയ്യുമോ എന്നുള്ള ചോദ്യം വരികയാണ്. അപ്പോൾ ഈ ചിത്രം നമ്മളെ ഭാവനയുടെ, അതായത് ഇമാജിനേഷൻ, ആലോചനയും ചിന്തയൊക്കെ ചെയ്യുന്ന ഒന്നിൻ്റെ വലിയ മണ്ഡലത്തിലേക്ക് കൊണ്ടുപോകും.
അങ്ങനെ കൊണ്ടുപോകുന്നത് ഇത്രയും കാലം മനുഷ്യൻ്റെ എല്ലാ എഴുത്തില്ലാത്ത ഭാഷകളിലും ലിറ്ററേച്ചറുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ അവരുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട ആലോചനയെയും ഭാവനയെയും ചിന്തയെയും അറിവിനെയും ഒക്കെ കൊണ്ടു നടക്കുകയും അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു ഏർപ്പാടാണ്. അത് തുടർന്നു പോകുന്നുണ്ട്. പക്ഷേ പുതിയ കാലത്ത് വരുന്നൊരു പ്രശ്നം, ഫോട്ടോഗ്രാഫി വന്നപ്പോൾ ചിത്രകല അനുഭവിച്ചതുപോലെ ഒരു കവിത എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ AI പറഞ്ഞാൽ ആ കവിത എഴുതും. വീണപൂവ് എന്നുള്ളൊരു കവിത എഴുതും. വീണപൂവ് എന്നുള്ളൊരു കവിത AI എഴുതുന്നത് AI ഭാവന ചെയ്തിട്ടല്ല, ഇമാജിനേഷൻ ഇല്ല. പകരം അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ എന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ കോർപ്പസിനകത്ത് അതിൻ്റെ മെമ്മറിയിലുള്ള ഇമേജുകൾ, വാക്കുകൾ മാത്രമല്ല ഇമേജുകളെ തന്നെ പല വിധത്തിൽ അറേഞ്ച് ചെയ്തും റീഅറേഞ്ച് ചെയ്തും ഷഫിൾ ചെയ്തും ഇതിനകത്തുള്ള പല പല കോമ്പിനേഷൻസ് ഉണ്ടാക്കുകയാണ്. ആ കോമ്പിനേഷൻസ് നമുക്ക് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമുക്കത് മതി, ഇല്ലെങ്കിൽ നമുക്ക് വീണ്ടും അതിനോട് ചോദിച്ചാൽ അടുത്ത കോമ്പിനേഷൻ അത് തരും. അത് മുഴുവൻ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നതാണ്. അതിൻ്റെ ഡിഫറെൻ്റ് അറേഞ്ച്മെൻറ്റ്സ് എന്നൊക്കെ പറയാം. അതും ഒരർത്ഥത്തിൽ ക്രിയേറ്റീവ് തന്നെയാണ്, അല്ലെങ്കിൽ അതൊരു ഇമിറ്റേഷനാണെന്ന് പറയാം. ഇത് മനുഷ്യന്മാരെഴുതുന്ന കവിതകളിലും ധാരാളമുണ്ട്. പല കവിതകളും വെറും ഇമിറ്റേഷൻ മാത്രമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അത്തരത്തിൽ അതിൻ്റെ ഒരു ഇടപെടലായിരിക്കും. പക്ഷേ മനുഷ്യന് അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റും. മനുഷ്യന് തീർത്തും പുതിയ ഒന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ഇമാജിൻ ചെയ്യാൻ AI ഇപ്പോൾ പറ്റുന്നില്ല. അപ്പം നമ്മളുടെ ഫോട്ടോ ഒക്കെ മോർഫ് ചെയ്തിട്ട് നമ്മൾ ഗ്ലാഡിയേറ്ററിലെ ഇയാളായിട്ടൊക്കെ വരുന്ന ഫോട്ടോസില്ലേ, അതിൻ്റെ ഒരു പെട്ടെന്നൊരു തരംഗം ഉണ്ടായപ്പം സോഷ്യൽ മീഡിയയിൽ അതിൻ്റെ ഒരുപാട് വേർഷൻസ് വന്നു. അത് നോക്കിയിട്ട് ഞാനിങ്ങനെ ആലോചിച്ചു, ഗ്ലാഡിയേറ്റർ ആകാമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് വടക്കംപാട്ടിലെ ചന്തു ആയിക്കൂടാ? ചന്തു ആകാൻ പറ്റില്ല. ചന്തു ആകാൻ പറ്റാത്തതിൻ്റെ കാരണം വെച്ചാൽ ആ പ്രോഗ്രാം ചെയ്തിരിക്കുന്നതിൻ്റെ മെമ്മറിയിൽ ചന്തു ഇല്ല. ചന്തുവിനെ വിഭാവനം ചെയ്യാൻ പറ്റില്ല. നമ്മളൊക്കെ യൂറോപ്യൻ എന്ന് പറയുന്ന ആധുനിക മുന്നോട്ട് വെച്ച് എന്നൊക്കെ പറയുന്ന പോലത്തെ അങ്ങനത്തെ ഇമേജ് മാത്രമേ വന്നിട്ടുള്ളൂ. അങ്ങനെ അല്ലാത്ത ഇമേജ് ഉണ്ട്. മുല്ലപ്പൂ ചൂടിയ വനിത എന്ന ഇയാളുടെ ചിത്രത്തിൽ അതുപോലെ വരില്ല. കാരണം ആ പ്രോഗ്രാം അങ്ങനെയാണ്. ഇപ്പം മലയാളത്തിൽ നമുക്കത് സാധ്യമാകുമായിരിക്കും. പക്ഷെ അപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്ന ഒന്നിനെ റീഅറേഞ്ച് ചെയ്യുകയോ മാനിപ്പുലേറ്റ് ചെയ്യുകയോ, നല്ല അർത്ഥത്തിൽ മാനിപ്പുലേറ്റ് ചെയ്യുകയോ ഒക്കെ അതേ സാധ്യമാകും. പക്ഷെ അത് തന്നെ നമ്മളുടെ ക്രിയേറ്റീവ് വേൾഡിന് ഒരു വലിയ ചാലഞ്ച് ഉണ്ടാക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഡയലിയൊക്കെ ചെയ്തതുപോലെ, ഡയലി ചിലപ്പം ആഴ്ചകളോളം ഉറങ്ങാതിരുന്നിട്ട് ഈ അബോധം, ഫ്രോഡിയൻ സൈക്കോളജിയുടെ കാലത്താണെങ്കിൽ അബോധം ഉണരുന്നു എന്നൊക്കെ പറയുന്ന ആ തരത്തിലാണ് ചെയ്തതെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അത് നമുക്ക് പറ്റില്ല, അത്ര നല്ലതായിരിക്കില്ല. പക്ഷേ നമുക്ക് ഏറ്റവും ക്രിയേറ്റീവ് മാത്രമായ ഒന്നിലേക്ക് മനുഷ്യവംശം പോകേണ്ടി വരും. ചിത്രകല എങ്ങനെയാണോ ഫോട്ടോഗ്രാഫിയിൽ നിന്ന് മാറിട്ട് പോയത്, സിനിമ അവതാർ പോലെ എത്തുമ്പോൾ എങ്ങനെയാണോ അതിനെ പിന്തുടരുന്നത്, അതുപോലെ പ്യോർലി ക്രിയേറ്റീവ്, പ്യോർലി എന്നുള്ളത് വാക്ക് പൊളിറ്റിക്കലി കറക്റ്റ് ആയിരിക്കില്ല, ഏറ്റവും കൂടുതൽ ക്രിയേറ്റീവായ ഒന്നിലേക്ക് നമ്മൾ കൂടുതൽ പോകേണ്ടി വരും. അങ്ങനെ പോകേണ്ടി വരണമെങ്കിൽ നമ്മളുടെ എഡ്യൂക്കേഷൻ അതിനെ തന്നെ ഒരു ഡിസിപ്ലിൻ പോലെ എടുക്കേണ്ടതുണ്ട്. ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞിട്ടൊരു വിഷയം പഠിക്കേണ്ടതുണ്ട്, അതിനുവേണ്ടി ട്രെയിൻ ചെയ്യേണ്ടതുണ്ട്. അത് വളരെ പ്രധാനമാണ്. കാര്യം നമ്മുടെ ഈ ഫുട്ബോളിലൊക്കെ എല്ലാം ഓൾറെഡി കോപ്പി ബുക്ക് സ്റ്റൈൽ എന്ന് പറയുന്നത് ദ്രാവിഡിനെ കുറിച്ച് പറയും. ദ്രാവിഡ് T20 വരുമ്പം ചെയ്യുന്നൊരു കാര്യം വെച്ചാൽ കോപ്പി ബുക്ക് സ്റ്റൈലിൽ അയാളുടെ സ്റ്റാൻഡും മൂവ്മെൻറ്റും എടുത്തതിന് ശേഷം അതിന് വയലേറ്റ് ചെയ്യണം. അതിനകത്ത് അബദ്ധങ്ങൾ വരാം, അത് മിസ്സാവാം. അബദ്ധം കൂടി ഉള്ളതാണ് മനുഷ്യൻ്റെ ക്രിയേറ്റിവിറ്റി. അബദ്ധം ആ അർത്ഥത്തിൽ AIക്ക് സാധ്യമല്ല. അതുകൊണ്ട് ക്രിയേറ്റിവിറ്റിയുടെ പ്രോബബിലിറ്റി, പോസിബിലിറ്റി ഇപ്പോഴും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാവുന്നത് മനുഷ്യന് ഇപ്പോഴതിന് മുകൾ പിടുത്തമുണ്ട്. AIക്ക് അതിനെ ഫോളോ ചെയ്യാനേ പറ്റൂ, AIക്ക് ലീഡ് ചെയ്യാൻ പറ്റില്ല. AI ലീഡ് ചെയ്യുന്ന പോയിട്ട് കാര്യങ്ങൾ മാറുമായിരിക്കും. അപ്പോൾ ആ അർത്ഥത്തിൽ ഞാൻ ക്രിയേറ്റിവിറ്റിയിൽ വിശ്വസിക്കുകയും അത് ഒരു ഹ്യൂമൻ ക്വാളിറ്റിയാണ് അത് വിശ്വസിക്കുന്നത്. മെഷീന് അതെത്താൻ ഇനിയും കാര്യം അതിന് അബോധമില്ല, അതിന് അബദ്ധമില്ല. അബോധവും അബദ്ധവും ഒക്കെ ഉള്ള ഒന്നാണ് ക്രിയേറ്റിവിറ്റിയുടെ ലോകം. അപ്പോൾ അതിന് സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ അതിൽ ഫോക്കസ് ചെയ്യേണ്ടിയിരിക്കും. ഇമിറ്റേഷന് സാധ്യതയില്ല. AI വെച്ചിട്ട് അസൈൻമെൻറ്റ് എഴുതുന്നത് പോലത്തെ ഒരു പണിയാണ്, അതിൽ നമ്മളില്ല. അപ്പോൾ നമ്മളുള്ള ഒന്ന് വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ചോദിക്കാനിരുന്ന ചോദ്യങ്ങളുടെയൊക്കെ ഒരു സംക്ഷിപ്ത രൂപം എന്ന പോലെ സാർ പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും ചോദിക്കുകയാണ്, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വായിച്ച നോവലാണ് ഫ്രാങ്കൻസ്റ്റൈൻ, മേരി ഷെല്ലിയുടെ. സാർ പറഞ്ഞ ഈ ഒരു ബൈനോമിയൽ എന്നുള്ള ഒരു അവസ്ഥ, അതായത് പകരം വെക്കാനില്ല, അങ്ങനെ ഒരു അവസ്ഥ മെഷീൻസ് അല്ലെങ്കിൽ AIയെ സംബന്ധിച്ച് ഇല്ല എന്നുള്ളൊരു കാര്യം. അത്തരത്തിലുള്ളൊരു സാഹചര്യം വന്നു പെട്ടാൽ ഒരു പക്ഷെ ആ നോവലിൽ പറയുന്ന പോലെ സൃഷ്ടാവിൻ്റെ സംഹാരകനാവുന്ന ഒരവസ്ഥയിലേക്ക്
കാര്യങ്ങൾ പോകുമോ? അതാണ് നേരത്തെ പിന്നെ മേതിലിനെ കുറിച്ചിട്ട് പറഞ്ഞ ഉത്കണ്ഠയില്ലേ, അവിടെയാണ് ഞാൻ ചോദിക്കുന്നത്. അത് ഇത്രയും കാലം നമ്മുടെ കമാൻഡ് കൊണ്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. ഭാഷയിലോ അല്ലാതെ ഫിസിക്കലോ ആയിട്ടുള്ള ഒരു കമാൻഡ് കൊണ്ടാണ്. ഈ കമാൻഡ് തന്നെ മുമ്പാണെങ്കിൽ നമ്മളൊരു മെഷീൻ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ ഒരു ഫിസിക്കൽ ഉണ്ട്, ഇത് വെർച്വലാണ് അർത്ഥത്തിൽ. കമാൻഡ് കൊണ്ട് വർക്ക് ചെയ്യുന്നു. കമാൻഡ് കൊണ്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്, ഇപ്പം സാംസങ്ങിൻ്റെ ആ ബോളൊക്കെ നമ്മൾ കാണുന്നില്ലേ, ആ അഡ്വർടൈസ്മെൻറ്റിനെ എടുത്ത് നോക്കിയാൽ അറിയാം. അതിനകത്ത് അത് ചെയ്യുന്നത് നമ്മളുടെ കൺസ്യൂമർ പവറിനെ ഉണർത്തി അത് വാങ്ങിക്കാൻ വേണ്ടിയാണ്. പക്ഷേ അത് ചെയ്യുന്നത് ഓൾറെഡി പ്രോഗ്രാംഡാണ്. നമുക്ക് ഫിലിം കാണുമ്പോഴേ ആ ബോൾ സ്വതന്ത്രമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു എന്നല്ല, അതിന് റിമോട്ടിൽ ഓപ്പൺ ചെയ്യാവുന്നതും ക്ലോസ് ചെയ്യാവുന്ന ഒന്നിലാണ്. ആ ഫിലിം മുഴുവൻ ഇൻഡോറിലാണ് ചെയ്തിരിക്കുന്നത്, ഔട്ട്ഡോറിലില്ല. അത് തന്നെ പ്രെഡിക്റ്റ് ചെയ്യുന്നൊരു കാര്യം എന്താണ്, നിങ്ങൾക്ക് ഇൻഡോറിൽ എപ്പോഴും ഈ റിമോട്ടിൽ ഓപ്പറേറ്റ് ചെയ്യാവുന്ന മെഷീൻ സിസ്റ്റം ഉള്ള ഒന്നിനകത്ത് നിങ്ങൾക്ക് ഇതിനെ ഡിപ്പെൻഡ് ചെയ്യാം. ഔട്ട്ഡോറിൽ അങ്ങനെയല്ല. ഔട്ട്ഡോറിൽ അങ്ങനെ അപ്പം ഒരു കാട്ടിൽ പോയിട്ട് ഇതിന് വിവരം കളക്ട് ചെയ്ത് വരുമെന്ന് വെച്ചാൽ നിങ്ങളിത് പ്രോഗ്രാം ചെയ്തെടുത്തേ പോകുള്ളൂ. അപ്പോൾ വരുന്ന വേറെ ഒന്ന്, ഇപ്പോൾ ഉദാഹരണത്തിന് അതിനകത്ത് ഈ ഗ്രെയിൻസ് തട്ടി മറിയുമ്പോൾ അത് ക്ലീൻ ചെയ്യുന്നു അല്ലേ, അത് പൊട്ടിപ്പോയാലോ അതിനകത്ത് പ്രോഗ്രാം ചെയ്തിട്ടുണ്ടാവില്ല. നമ്മളിതിൽ സങ്കല്പിക്കുന്നത് ഇതൊരു ക്രിയേഷനാണ് ഈ മൂടി. ആ നിലയിൽ ഇതിൻ്റെ മേൽ വരുമോ എന്നുള്ള ചോദ്യം ഭയങ്കര പ്രധാനമാണ്. പക്ഷേ മനുഷ്യൻ ക്രിയേറ്റ് ചെയ്തത് മനുഷ്യനെ ഭരിക്കാൻ തുടങ്ങുന്നു, അയാളതിൻ്റെ ലീഡറാവുന്നു എന്ന് പറയുന്നത് ദൈവത്തെ സംബന്ധിച്ച സത്യമല്ലേ? മനുഷ്യനുണ്ടാക്കിയതാണല്ലോ. അതൊരു ആശയമായിട്ടും പല രൂപങ്ങളായിട്ടും പല പ്രാക്ടീസസായിട്ടും അത് നിൽക്കുന്നു. അത് മനുഷ്യനെ ഭരിക്കാൻ തുടങ്ങിയില്ലേ? ഇപ്പം ഇന്ന് മനുഷ്യനെ പേഴ്സണലായ ഇതിനല്ലാതെ ഈ വിശ്വാസത്തിൻ്റെ പേരിൽ പലതരം വിശ്വാസങ്ങൾ തല്ലുകയും കൊല്ലുകയും ചെയ്യുന്നു, സ്നേഹിക്കുകയും കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്യുന്നു. അപ്പോൾ അതിൽ ഡിസൈഡിങ് ഫാക്ടറായിട്ട് നിൽക്കുന്നത് മനുഷ്യൻ്റെ സൈക്കിളല്ലോ. ആ സൈക്കിൾ വർക്ക് ചെയ്യുന്ന ഈ ആശയമാണ്, ദൈവം എന്നുള്ള ആശയമാണല്ലോ. അത് മനുഷ്യൻ സൃഷ്ടിച്ചാണെങ്കിൽ തിരിച്ച് മനുഷ്യനെ കൊത്താൻ തുടങ്ങിയെന്ന് കൂടിയാണ് അർത്ഥം. അപ്പോൾ നമുക്ക് അതൊരു ആശയതലത്തിൽ മാത്രമാണ്. ഇതിൻ്റെ കാര്യത്തിൽ നമ്മളത് ഫിസിക്കലായിട്ടും കൂടി വേണം. അതായത് ഞാൻ സ്റ്റെപ്പ് തെറ്റി താഴെ വീണത് ദൈവം എന്നെ കൊണ്ട് തെറ്റിച്ചതാണ്, അത് ആശയതലത്തിലാണ്. എന്നെ തള്ളിയിടുന്നില്ല ദൈവം, മെഷീൻ ചിലപ്പോൾ തള്ളിയിടും. അപ്പോൾ അങ്ങനെ തള്ളിയിടാൻ പറ്റുമെന്നുള്ളത് അതൊരു ക്വസ്റ്റ്യനാണ്. ടോക്ക് ഓണിൽ ഇതുവരെ കേട്ടത് ഭാഷയിലെ നിർമ്മിത ബുദ്ധി എന്ന വിഷയത്തിൽ നടത്തിയ സംഭാഷണത്തിന്റെ 1ാം ഭാഗമാണ്. സംസാരിച്ചത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മലയാള വിഭാഗം പ്രൊഫസർ ഡോക്ടർ സോമനാഥൻ പി. അവതരണം ഗോഡ്വിൻ ഫ്രാൻസിസ്.